in an examination, number of students who passed and number of students who failed are in the ratio 25:4. Okay, pass to fail ratio എന്നിട്ടുണ്ട്. If one more student had appeared and passed and the number of failed students was 3 less than earlier. Okay, ഒരു കുട്ടി കൂടുതൽ അപ്പിയറും ചെയ്തു, അവൻ പാസ്സും ആയി. അതേപോലെ തന്നെ 3 പിള്ളേർ കുറവാണ് ഫെയിൽ ആയത്. അങ്ങനെയാണെങ്കിൽ റേഷ്യോ പാസ് സ്റ്റുഡൻസ് ടു ഫെയിൽ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ 22:3 ആണ്. ആദ്യത്തെ റേഷ്യോ എന്താണ്? 25:4 ആണ്. പാസ് ടു ഫെയിലിൻ്റെ റേഷ്യോ ആണ്. ഓക്കെ, പാസ് ടു ഫെയിലിൻ്റെ റേഷ്യോ ആണ് 25:4. അപ്പോൾ ടോട്ടൽ ടു ഫെയിൽഡിൻ്റെ റേഷ്യോ എന്താണ്? 29:4 ആണ് ടോട്ടൽ ടു ഫെയിൽഡിൻ്റെ റേഷ്യോ. ഓക്കെ, ഇനി ഇപ്പം ഒരു സ്റ്റുഡൻറ്റ് കൂടുതൽ അപ്പിയർ ചെയ്യുവാണെങ്കിൽ, അതായത് നമുക്ക് ഇതിനെ 29x-ഉം 4x-ഉം ആയിട്ട് എഴുതാം. 29x-ഉം 4x-ഉം ആയിട്ട് എഴുതാം. ഒരു സ്റ്റുഡൻറ്റ് കൂടുതൽ അപ്പിയർ ചെയ്തു, അപ്പോൾ 29x+1. അതേപോലെ എന്ത് ചെയ്തു? 3 സ്റ്റുഡൻറ്റ് ലെസ് ഫെയിൽഡായി, അപ്പോൾ 4x-3. അങ്ങനെയാണെങ്കിൽ പുതിയ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? 22:3 എന്ന് പറയുമ്പോൾ എന്താണ്? പാസ്റ്റ് ഫെയിലാണ്. പുതിയ റേഷ്യോ അപ്പോൾ എന്താണ്? 22:3 എന്ന് പറയുമ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ 25 യൂണിറ്റ് ആകും. 25-ൽ 3 പേര് ഫെയിൽ ആയി. അപ്പം ടോട്ടൽ റേഷ്യോ 25/3 ആണ് ടോട്ടൽ ടു ഫെയിൽഡ് റേഷ്യോ. ഓക്കെ, അപ്പം ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് കിട്ടും? 87x+3 = 100x - 75. ഓക്കെ, അപ്പം 13x 78 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? x = 6 എന്ന് കിട്ടി. നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്? what is the difference between number of students who initially passed the examination and number of students who failed the examination? ഓക്കെ, ആദ്യം പാസ്സായവരുടെ ആദ്യം ഫെയിൽ ആയവരുടെയും ആക്ച്വൽ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 25x-ഉം ടോട്ടൽ 29x ആണെങ്കിൽ 25x പാസ്സായി, 4x ഫെയിലായി, അപ്പം 21x-ന്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ 21-ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒന്നേ ഉള്ളൂ, 126. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം 21x-ന്റെ വാല്യൂ 6 എന്ന് കിട്ടി. ഇപ്പോൾ 21x എന്ന് വെച്ചാൽ 21 × 6 126. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 4 distinct positive numbers A, B, C and D are in the order given are in proportion. അതായത് വേറെ ഒന്നുമല്ല, A/B = C/D എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, B is 35 more than A and D is 60 more than C. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് A and C is 5376. അങ്ങനെയാണെങ്കിൽ 4ന്റെ സം ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. A/B = C/D എന്നല്ലേ? അപ്പം A/B ഞാൻ എന്ത് ചെയ്തു? A+35 എഴുതി. അതേപോലെ = C/D എന്ത് ചെയ്തു? ഞാൻ C+16 എഴുതി. അപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AC + 60A = AC + 35C. അപ്പം AC കട്ടായി പോകും. 60A = 35C. അതായത് A/C എന്ന് പറഞ്ഞാൽ A/Cയുടെ റേഷ്യോ എനിക്ക് എന്ത് കിട്ടി? 7/12 എന്ന് കിട്ടി. A/C 7/12 എന്ന് കിട്ടി. ഓക്കെ, പക്ഷേ എനിക്ക് A/Cയുടെ പ്രോഡക്റ്റ് അറിയാം. A/Cയുടെ പ്രോഡക്റ്റ് 5376 ആണ്. അതായത് ഇപ്പം A 7x-ഉം C 12x-ഉം ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? 7x × 12x-ന്റെ വാല്യൂ എനിക്ക് എത്രയാണെന്നറിയാം. 7x × 12x-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5376. അതായത് 7 × 12 എന്ന് വെച്ചാൽ 84. 5376-ൽ എത്ര തവണ പോകും? 537 വരുമ്പം 84 ആകുമ്പം 6 ടൈംസ് അല്ലേ? 6 ടൈംസ് അല്ലേ? 4 ഓക്കെ, 66-ഉം 64 വരും. ഓക്കെ, 64 ടൈംസ് 84 കട്ടാവും. 5376. അപ്പം x² വാല്യൂ എന്ന് പറഞ്ഞാൽ 64 ആണ്. അപ്പോൾ x-ന്റെ വാല്യൂ എന്ത് കിട്ടി? x-ന്റെ വാല്യൂ 8 ആണ്.
എക്സ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. ഓക്കെ, അപ്പം എക്സ് 8 കിട്ടി. എനിക്ക് വേണ്ടത് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡിയുടെ സമ്മാണ്. അപ്പം എയുടെ വാല്യൂ എന്താണ്? 78, 56. ഓക്കെ, ബി എന്ന് വെച്ചാൽ എയുടെ കൂടെ 56ന് കൂടെ 35 കൂട്ടിയാൽ 91. സിയുടെ വാല്യൂ എന്താണ്? സിയുടെ വാല്യൂ 12x ആണ്. 12 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 96. ഡിയുടെ വാല്യൂ സിയുടെ കൂടെ 60 കൂടെ കൂട്ടണം. അപ്പോൾ 96ൻ്റെ കൂടെ 60 കൂടെ കൂട്ടിയാൽ 156. ഓക്കെ, 4 ഓപ്ഷനും യൂണിറ്റ് ഡിജിറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 1, ഇവിടെ 6. യൂണിറ്റ് ഡിജിറ്റ് 9 വരുന്ന ആൻസർ, അതായത് 399. ഓക്കെ, ആഡ് ചെയ്തോണെങ്കിലും ചെയ്യാം, പക്ഷേ യൂണിറ്റ് ഡിജിറ്റ് വെച്ച് തന്നെയാണ് എളുപ്പം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പറയണം. ഓക്കെ, അപ്പം താങ്ക് യു.